പക്ഷികൾ തലക്ക് മുകളിലൂടെ പറക്കുന്നത് കണ്ട അന്നു മുതൽ തുടങ്ങിയതാണ് മനുഷ്യന് സ്വന്തം പറക്കലിനെ കുറിച്ചുള്ള സ്വപ്നം. കുതിരകളെ മെരുക്കിയെങ്കിലും പലപ്പോഴും അത് തന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്നില്ല എന്ന് കണ്ട മനുഷ്യൻ പൂർണ്ണമായും വഴങ്ങുന്ന ഒരു മോട്ടോർ കാറിനെ കുറിച്ച് സങ്കല്പിച്ചു തുടങ്ങി. മിന്നാമിന്നികളെ കണ്ടപ്പോൾ തനിക്കും വേണം ഒരു ചൂട് പകരാത്ത പ്രകാശം പരത്തുന്ന ഒരു ബൾബ് എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു തുടങ്ങി. ചിതൽപുറ്റിനെ കണ്ടപ്പോഴായിരിക്കണം ഒരേ ഒരു പുറ്റിനകത്ത് ധാരാളം മനുഷ്യർ വസിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയം തനിക്കും വേണമെന്ന് മനുഷ്യൻ സ്വപ്നം കണ്ടത്. ഇങ്ങനെ തന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മൃഗങ്ങളിലെ അവരുടെ കഴിവുകളെ ഇൻസ്പയർ ആക്കാൻ തുടങ്ങിയത് മനുഷ്യൻ ഉണ്ടായ അന്നു മുതൽക്ക് തന്നെയാണ്. മനുഷ്യൻ ഭൂമിയിൽ പിറന്നു വീണ അന്നു മുതൽ ചുറ്റിലും നോക്കിയപ്പോൾ കാണുന്നത് തന്നെക്കാളും മെച്ചപ്പെട്ട അനേക ലക്ഷം ജീവിവർഗങ്ങളെയാണ്. എന്നാലോ ഇതിനൊന്നും തന്നോളം ബുദ്ധിയുമില്ല. അങ്ങനെയാണ് കോപ്പിയടി ആരംഭിച്ചത്. അങ്ങനെ വളർന്ന് ഇന്നീ കാണുന്ന സൗകര്യത്തിലേക്ക് മനുഷ്യ സമൂഹം വളർന്നു. അത്തരത്തിൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പക്ഷിയും അവയുടെ കണ്ണുകളുമുണ്ട്. അതാണ് മൂങ്ങയും മൂങ്ങയുടെ കണ്ണുകളും. സാധാരണയായി നമ്മൾ പരുന്തിന്റെ കണ്ണുകളെ ഇൻസ്പയറബിൾ തോട്ടായി ഉപയോഗിക്കാറുണ്ടെങ്കിലും അതൊരു ഫിലോസഫിക്കൽ തോട്ടാണ്. മനുഷ്യന്റെ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന പല അപകടങ്ങളും നേരത്തെ കാണണം എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു തോട്ട്. പരുന്തിന്റെ കണ്ണുകൾ ഫിലോസഫിക്കൽ തോട്ടായി മാറാനുള്ള കാരണം ഒന്ന്, 500 മീറ്റർ ദൂരത്ത് നിന്ന് പോലും വ്യക്തമായി കാണാനുള്ള ഒരുതരം കാഴ്ച കൊണ്ട് മനുഷ്യന് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷേ മൂങ്ങയുടെ കണ്ണ് അങ്ങനെയല്ലല്ലോ. ചെറിയ ഇരുട്ടിലും ആഴത്തിൽ വിശകലനം ചെയ്യാൻ മാത്രം കാഴ്ച ശക്തി അത് മനുഷ്യന് എന്തുകൊണ്ടും ആവശ്യമാണ്. കാരണം മനുഷ്യന്റെ ശത്രു പതുങ്ങി വരുന്നത് ഇത്തരം മങ്ങിയ വെളിച്ചത്തിലാണല്ലോ. അങ്ങനെയാണ് മൂങ്ങയുടെ കണ്ണുകളിൽ നിന്ന് രാത്രികാല കാഴ്ചകൾ, ക്യാമറകൾ എന്നിവയൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എല്ലാ പക്ഷികൾക്കും തലയുടെ വശങ്ങളിലാണ് കണ്ണ്. പക്ഷേ മൂങ്ങ എന്ന പക്ഷിക്ക് നമ്മളെപ്പോലെ ബൈനോക്കുലർ കാഴ്ചയാണ്. 3Dയിൽ കാഴ്ചകൾ വ്യക്തമായി കാണാൻ പറ്റും. മുഖത്താണ് ആ 2 കണ്ണുകൾ. സൂര്യൻ അസ്തമിക്കുമ്പോൾ മൂങ്ങ എന്ന പക്ഷി വേട്ടക്കാർ ആധിപത്യം സ്ഥാപിക്കുന്നു. അതിനൊരു പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ അതിന്റെ കാഴ്ചശക്തിയാണ്. ഇരുട്ടിലും ചുറ്റുപാടും നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായും വിശദമായും ആഴത്തിലും അതിന് വിശകലനം ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വന്തം തല പോലെ മുൻവശത്ത് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന 2 കണ്ണുകൾ. മൂങ്ങയുടെ മുഴുവൻ ബുദ്ധിയും ആശ്രയിച്ചിരിക്കുന്നത് ഈ കണ്ണുകളിലാണ്. വലിയ അവഗാഹമുള്ള ഈ കണ്ണുകളെ പ്രതിനിധീകരിച്ചാകാം മൂങ്ങ പല നാടോടി കഥകളിലും വലിയ ബുദ്ധിമാനാണ്. ആർക്കും പ്രാപ്യമല്ലാത്ത കാഴ്ച രാത്രിയിൽ അത് കാണുന്നു എന്നതായിരിക്കാം അതിൻ്റെ പ്രതിനിധീകരണ സ്വഭാവം. അതെന്തോ ആവട്ടെ, നമുക്കതിൻ്റെ കണ്ണുകളെ കുറച്ച് ഡീറ്റെയിൽ ആയി വിശകലനം ചെയ്യാം. ഇരപിടിക്കുന്ന മറ്റു പക്ഷികളുടെ കണ്ണുകൾ തലയുടെ വശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞുവല്ലോ. ഇത് അവയ്ക്കൊരു വിശാലമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പക്ഷേ മൂങ്ങയുടെ കാര്യത്തിൽ ആഴത്തിലുള്ള ധാരണയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് രാത്രിയിൽ ഇത്ര ഷാർപ്പായിട്ട് ഇവർക്ക് ഭക്ഷണ ലഭ്യത ഉറപ്പുവരുന്നത്. മനുഷ്യരുടെയും മൂങ്ങകളുടെയും കാഴ്ച ബൈനോക്കുലർ കാഴ്ചയാണെങ്കിലും നമുക്കില്ലാത്തൊരു പ്രധാന സവിശേഷത മൂങ്ങക്കുണ്ട്. അതാണ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രനുകൾ. അർദ്ധസുതാര്യമായ മൂന്നാമത്തെ കൺപോള എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അകത്തെ മൂലയിൽ നിന്നും തിരശ്ചീനമായി അടക്കുന്ന ഒരു കൺപോള. ഏത് കാറ്റിലും ഏത് മഞ്ഞിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് പതിക്കാതെ മൂങ്ങക്ക് ഈ പ്രത്യേകതയിലൂടെ തന്റെ കണ്ണിനെ ആശ്രയിക്കാൻ പറ്റും. പക്ഷേ മൂങ്ങയുടെ പ്രധാന ഓപ്റ്റിക്കൽ ഗുണം ഇതല്ലല്ലോ, അതിന്റെ രാത്രികാല കാഴ്ചയാണല്ലോ. മൂങ്ങയുടെ ശരീരഭാരത്തിന്റെ 5% വരെ അതിന്റെ കണ്ണുകളാണ്. പുറമേ നിന്നും നമുക്കങ്ങനെ തോന്നില്ലായിരിക്കാം, പക്ഷേ അകത്ത് അത്രയും ഉണ്ട്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും കാണാൻ ആവശ്യമായ വെളിച്ചം ഉൾക്കൊള്ളാൻ ഈ വലിയ കണ്ണുകൾക്ക് പറ്റും. വിശാലമായി വികസിക്കുന്ന കൃഷ്ണമണികളാണ് മൂങ്ങയുടേത്. ഇത് കണ്ണിന്റെ പിൻഭാഗത്തുള്ള പ്രകാശ സംവേദനക്ഷമതയുള്ള റെറ്റിനയിൽ പരമാവധി പ്രകാശം പതിപ്പിക്കാൻ സഹായിക്കുന്നു. മനുഷ്യരെ പോലെ തന്നെ മൂങ്ങകളിൽ 2 തരം കോശങ്ങളാണ് ഉള്ളത്. പ്രകാശത്തെയും ചലനത്തെയും കണ്ടെത്തുന്ന റോഡ് കോശങ്ങൾ, നിറങ്ങൾ വേർതിരിച്ചറിയാൻ പറ്റുന്ന കോൺ കോശങ്ങൾ. ഈ 2 കോശങ്ങളും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് യഥാർത്ഥ കാഴ്ച ലഭിക്കുന്നത്. റോഡ് കോശങ്ങൾ കൂടുതലായാൽ നമുക്ക് ചെറിയ പ്രകാശത്തെ പോലും വേർതിരിച്ചറിയാൻ പറ്റും. അതാണ് മൂങ്ങകളുടെ ശക്തി. നമുക്ക് ഒരു കോൺകോശത്തിന് 20 റോഡ് കോശങ്ങൾ എന്ന അനുപാതമാണ്. പക്ഷേ മൂങ്ങകൾക്ക് ഒരു കോൺകോശത്തിന് 30 റോഡ് കോശങ്ങൾ എന്ന അനുപാതത്തിലാണ് ഇതുള്ളത്. നമ്മൾ പൊതുവെ തിളങ്ങുന്ന കണ്ണുകൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷേ തിളങ്ങുന്ന കണ്ണുകൾ രാത്രികാല കാഴ്ചയെയും സൂചിപ്പിക്കുന്നുണ്ട്. ടോർച്ചടിക്കുമ്പോൾ അത്യധികം തിളങ്ങുന്ന മൂങ്ങക്കണ്ണുകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കണ്ണുകൾക്ക് അത്രയും പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനാകുന്നുണ്ട് എന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് മൂങ്ങക്ക് ഏത് മങ്ങിയ കാഴ്ചയെയും ഒപ്പിയെടുത്ത് ആഴത്തിൽ വിശകലനം ചെയ്യാൻ സാധിക്കുന്ന ഘടകവും. മൂങ്ങയ്ക്ക് കോൺകോശങ്ങൾ 1:30 എന്ന അനുപാതത്തിലായതുകൊണ്ട് മനുഷ്യരിലേക്കാളും അത് കുറവാണ്. മനുഷ്യരിൽ നേരത്തെ പറഞ്ഞതുപോലെ 20 റോഡ് കോശങ്ങൾക്ക് ഒരു കോൺകോശം എന്ന കണക്കാണല്ലോ. മൂങ്ങയ്ക്ക് പകൽ കാഴ്ച ഇല്ല എന്ന് പറഞ്ഞുകൂടാ, കുറവാണ്. ഈ കോൺകോശങ്ങളുടെ കുറവ് മൂലം പല പ്രകാശത്തെയും വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് അവയ്ക്ക് ഒരുതരം മങ്ങിയ കാഴ്ചയാണ് ഉണ്ടാകുക. ഇനി രാത്രി കൂരാക്കൂരി ഇരുട്ടിലാണെങ്കിലും മൂങ്ങക്കതിൻ്റെ കണ്ണുകൾ പ്രവർത്തിക്കില്ല. കാരണം റോഡ് കോശങ്ങൾക്ക് നേരിയ ഒരു പ്രകാശം വേണമല്ലോ. നമ്മുടെ ഗ്രഹത്തിൽ കൂരാക്കൂരിരുട്ട് എന്നത് രാത്രിയിൽ വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ മൂങ്ങക്ക് എല്ലാ രാത്രിയിലും ഇരപിടിക്കുക സാധ്യമാകും.
മൂങ്ങയുടെ കണ്ണുകളെക്കുറിച്ചുള്ള വിശകലന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം.